റോഡിലെ അപകട സാധ്യത മുന്നറിയിപ്പ് മേഖലയിൽ പോലും ജാഗ്രത പുലർത്താതെ വാഹനങ്ങൾ പോകുന്നുണ്ട്. നിങ്ങൾ കേട്ടാ വിശ്വസിക്കുമോ? കാണിച്ചു തരാം. കോഴിക്കോട് കല്ലുത്താൻ കടവിൽ ഇന്നുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ഗോവിന്ദപുരം സ്വദേശി റോഷൻ മരിച്ചു. സിഗ്നൽ മറികടക്കാൻ തെറ്റായ ദിശയിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് അപകടത്തിനിടയാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ കുറച്ചു നാളുകളായി റോഡിൽ പിടഞ്ഞു വീഴുന്ന ജീവനുകളുടെ എണ്ണം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ റോഡ് അപകടങ്ങൾ തന്നെ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. പലപ്പോഴും ഈ അപകടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളായി പലപ്പോഴും പറയാറുള്ളത് ഒന്ന് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം, അതോടൊപ്പം തന്നെ അശ്രദ്ധയായ ഡ്രൈവിംഗ്, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. അതായത് ഈ സ്ഥലത്തിന് തൊട്ടടുത്ത്, അതായത് 10-15 മീറ്റർ മാത്രം മാറിയാണ് കല്ലുത്താൻ കടവ് പാലം നിൽക്കുന്നത്. ഈ പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാലത്തിന് മുകളിലാണ് ഏതാണ്ട് ഇന്ന് 11 മണിയോടുകൂടി ഒരു അപകടമുണ്ടാകുന്നത്. മാനന്തവാടിയിൽ നിന്നും ഗുരുവായൂർ വഴി പത്തനംതിട്ടയിലേക്ക് പോകുന്ന KSRTC ബസ് എതിരെ വന്ന സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു വീഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ മേലൂടെ കയറിപ്പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തു. ഗോവിന്ദപുരത്തെ റോഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ KSRTCൻ്റെ അടിയിൽ ഒരാൾ കുടുങ്ങിയിരിക്കുന്നത്. അവിടുന്ന് KSRTC ബസ്സിലുള്ള എല്ലാവരും ഇറങ്ങി ഇവിടുന്ന് പിന്നെ അടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സിഗ്നൽ കിട്ടിയതിനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകേണ്ടി വന്നതിനെ കൊണ്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ബ്ലോക്കാണ്. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. താഴെ കാണുന്നത് സിഗ്നലാണ്, അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്തേക്ക് കാണുന്ന കയറ്റമുണ്ട്, അതോടൊപ്പം തന്നെ വളരെ ചെങ്കുത്തായി നിൽക്കുന്ന ഒരു റോഡും ഒരു പാലവുമാണ്. അതോടൊപ്പം തന്നെ ഈ റോഡിന് വീതി കുറവാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ ഈ റോഡിൻ്റെ വീതി കുറവോ അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ്, അതായത് അപകട സാധ്യതാ മേഖലയാണ് എന്നുള്ള മുന്നറിയിപ്പോ ഒന്നും പരിഗണിക്കാതെയാണ് ഇതിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട അപകട കാരണമായി വരികയും ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ വീതി കുറഞ്ഞ റോഡിൻ്റെ വശത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നതും പതിവായി കാണുന്നു. പക്ഷേ ഈ അപകട മേഖല മുന്നറിയിപ്പുള്ള ഈ സ്ഥലത്ത് പോലും ഈ സൈഡിൽ റോഡിൽ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള ഒരു സംവിധാനവും ഇല്ല എന്നതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിസരവാസികളോട് കൂടി തന്നെ ചോദിക്കാം. ചേട്ടാ, താങ്കളിവിടെ താമസിക്കുന്ന ആളാണ്. നിരന്തരം അപകടമുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ സിഗ്നലുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? ഇവിടുത്തെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് സിറ്റിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിഗ്നൽ പോയിൻ്റാണ് ഇവിടെ. അപ്പോൾ ഈ സിഗ്നൽ ദൂരെ നിന്ന് വരുമ്പം തന്നെ ആ സിഗ്നൽ പോയിന്റിലേക്ക് ഡ്രൈവർമാർ നോക്കും. സാധാരണഗതിയിൽ പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ നോക്കിയതിന് ശേഷം ആ സിഗ്നൽ ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ ഇവിടുന്ന് റോങ് സൈഡിലേക്ക് കയറിയാണ് ഓവർടേക്ക് ചെയ്ത് പോവുക. കൂടുതൽ സമയം ആ സിഗ്നൽ പോയിന്റിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകും. തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ റോങ് ആയിട്ടുള്ള ഒരു ഓവർടേക്കിംഗ് അത് നിങ്ങളുടെ ജീവിതം ഒരു റോങ് സിഗ്നലിലേക്ക്, ഒരു മരണ മുനമ്പിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് അങ്ങനെ പോകുമ്പോൾ ഓർമ്മിപ്പിക്കുക. പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവനവൻ വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുക.